സോ ഇനി തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ. തേർഡ് മോഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള ഗ്രാമേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഓഗ്മെന്റഡ് ഗ്രാമറും കാര്യങ്ങളും CFG ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഓഗ്മെന്റഡ് CFG നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് എ പവർഫുൾ ഫോർമാലിസം ഫോർ ക്യാപ്ചറിങ് മെനി ജനറാലിറ്റീസ് ഇൻ നാച്ചുറൽ ലാംഗ്വേജ്. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് വരുമ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ആ ഒരു സ്പീക്കിംഗ് വരുന്ന സമയത്ത് അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ജനറാലിറ്റീസ് ഉണ്ട്. ആ ജനറാലിറ്റീസ് എല്ലാം തന്നെ നമുക്ക് കറക്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ ഓഗ്മെന്റഡ് CFG യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ ഇംഗ്ലീഷ് സെന്റൻസുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വെർബ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സീക്വൻസ് ഉണ്ടായിരിക്കും. അതായത് മിക്കപ്പോഴും ഓക്സിലറി വെർബ്സ് ഫോളോഡ് ബൈ മെയിൻ വെർബ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഇംഗ്ലീഷ് സെന്റൻസസിൽ വരുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾ സെന്റൻസസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഐ ക്യാൻ സീ ദ ഹൗസ്. ഇവിടെ ക്യാൻ എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്, സീ എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. ദെൻ ഐ വിൽ ഹാവ് സീൻ ദ ഹൗസ്. ഐ വാസ് വാച്ചിങ് ദ മൂവി. ഐ ഷുഡ് ഹാവ് ബീൻ വാച്ചിങ് ദ മൂവി. ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി വെർബ്സ് കഴിഞ്ഞതിന് ശേഷം മെയിൻ വെർബ്. ഇങ്ങനെ ഒരു സീക്വൻസിലാണ് നമ്മൾ നോർമലി ഇംഗ്ലീഷ് സെന്റൻസസ് വരുന്നത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഓക്സിലറി വെർബ്സിനെ കുറിച്ചുള്ള കുറെ കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പൊ ആ കൺസ്ട്രെയിൻസ് എല്ലാം തന്നെ നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ, കൂടുതൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പൊ അതിനകത്ത് ഓക്സിലറി വെർബ്സിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ ഫോളോ ചെയ്തുകൊണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കണം വരേണ്ടത്. സോ ഹാവ് മസ്റ്റ് ബി ഫോളോഡ് ബൈ എ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ദെൻ അതുപോലെ ബി വരുന്നു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്ത് വരേണ്ടത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കണം. ഇനി അത് തന്നെ പാസീവ് സെന്റൻസസ് ആണ് വരുന്നതെങ്കിൽ അതിനകത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കണം വരേണ്ടത്. ദെൻ ഡു വരുവാണെങ്കിൽ ഡു ഒക്കേഴ്സ് അലോൺ ബട്ട് ക്യാൻ അക്സെപ്റ്റ് ബേസ് ഫോം ഫോളോയിങ് ഇറ്റ്. ഓക്കെ, സോ അതിന് എക്സാമ്പിൾ ആണ് ഐ ഡിഡ് ഈറ്റ് മൈ ക്യാരറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ക്യാനും മസ്റ്റും ഒക്കെ വരുന്നതാണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് എപ്പോഴും ബേസ് ഫോം മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള കുറെ ജനറാലിറ്റീസ് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിലാണെങ്കിലും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇനി പറയുന്നതെന്ന് പറഞ്ഞു. സോ സിൻസ് സം ഓക്സിലറി വെർബ്സ് ഹാവ് മെനി ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ വെർബ്സ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ദം. സോ വി ഹാവ് ടു ഡിസ്റ്റിംഗ്വിഷ് between the auxiliary verbs and regular verbs, the properties of auxiliary verbs and regular verbs. അതിനൊരു എക്സാമ്പിൾ മോഡൽ പ്ലസ് ഹാവ് പ്ലസ് ബി വന്നു കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ആയിരിക്കണം. ദെൻ പാസീവ് കേസിൽ ബി വരണം. അതെങ്ങനെ ആയിരിക്കണം വരേണ്ടത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. സോ അതിനൊരു എക്സാമ്പിൾ സെന്റൻസ് ആണ് ദ സോങ് മൈറ്റ് ഹാവ് ബീൻ പ്ലേഡ് ആസ് ദേ ലെഫ്റ്റ്. ഓക്കെ, സോ അപ്പൊ ഇവിടെ മോഡലായിട്ട് വന്നിരിക്കുന്നുണ്ട്. മോഡൽ വെർബ് എന്ന് പറയുന്നത് മൈറ്റ് ആണ്. ദെൻ അതിനുശേഷം ഹാവ്, അതിനുശേഷം ബിയുടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഫോമിലായിരിക്കണം വരേണ്ടത്. സോ ബീൻ. ദെൻ പ്ലേഡ്. സോ പാസീവ് ഇതിൽ വരും. പാസീവ് വരുമ്പോഴത്തേനുമാണ് ബി വേറെ രീതിയിൽ വരുന്നത്. സോ അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ആ ഒരു സെന്റൻസ് ഫോർമേഷൻ എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ പറയുന്നത്. അപ്പൊ ഓക്സിലറി വെർബ്സിനെ നമുക്ക് എങ്ങനെ നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. സോ അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലെക്സിക്കൺ എൻട്രീസ് ക്രിയേറ്റ് ചെയ്യും. ഓരോ ഓക്സിലറി വെർബ്സിനും ഡിഫറെന്റ് ലെക്സിക്കൺ എൻട്രീസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതിനകത്ത് നിങ്ങൾ ലെക്സിക്കൺസ് ക്രിയേഷൻ ഒക്കെ പഠിച്ചതാണ്. അപ്പം ഇവിടെ നമ്മൾ ഓക്സിലറി വെർബ്സിന് അതിൻ്റെതായ രീതിയിൽ ലെക്സിക്കൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല പല അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ക്യാൻ എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റഗറി ഓക്സിലറി വെർബാണ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ദെൻ മോഡൽ പ്ലസ് കാറ്റഗറി. ദെൻ വെർബ് ഫോം എന്ന് പറയുന്നത് പ്രസന്റ് ആണ് വരേണ്ടത്. അതിനകത്ത് വരേണ്ട അഗ്രിമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ, അതല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വരാം, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ വരാം, തേർഡ് പേഴ്സൺ പ്ലൂറൽ വരാം. ഏതിൽ തന്നെയാണെങ്കിലും വരാം. ദെൻ കോംപ്ലിമെന്റ് ഫോം എന്ന് പറയുന്നത് ബേസ് ഫോം ആയിരിക്കണം വരേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ പ്രോപ്പർട്ടീസ് വി ക്യാൻ സ്പെസിഫൈ ഇൻ ദ ലെക്സിക്കൺസ് കറസ്പോണ്ടിങ് ടു ഈച്ച് ആൻഡ് എവറി ഓക്സിലറി വെർബ്സ്. ഓക്കെ, സോ അപ്പൊ അതാണ് ഇവിടെ നമ്മൾ
നമ്മൾ CFGയിലേക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഓക്സിലറി വെർബ്സിന്റെ ഈ പറയുന്ന കൺസ്ട്രെയിൻസ് എല്ലാം തന്നെ നമ്മൾ ലെക്സിക്കൺസിലാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. സോ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് ഈ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസിലുമുള്ള സെന്റൻസസ് ഉണ്ട്. അപ്പൊ അതിനെയെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ് നമ്മൾ CFGയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പം ഇൻവേഴ്സ് സബ്ജക്റ്റ് ഇല്ലാത്ത ഒരു സെന്റൻസ് ആണ് ഇപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അതിനെ NP-VP ആയിട്ട് ഡിവൈഡ് ചെയ്തു. NP-VP ആക്കിയതിന് ശേഷം നൗണിൽ നമുക്ക് ജാക്ക് എന്ന് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് ജാക്ക് ക്യാൻ സീ ദ ഡോഗ് എന്നുള്ളതാണ്. ഇത് നമ്മൾ നോർമലി നിങ്ങൾ ഡിറൈവ് ചെയ്ത് പാഴ്സിങ് യൂസ് ചെയ്ത് ടോപ്പ് ഡൗൺ പാഴ്സിങ് യൂസ് ചെയ്ത് നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ VP വന്നു, വെർബൽ ഫ്രൈസ് വന്നപ്പോഴത്തേനും അതിനെ ഓക്സിലറി ആൻഡ് VP ആയിട്ട് മാറ്റുവാണ്. ഓക്സിലറിയിൽ പ്ലസ് മോഡൽ വന്നിട്ടുണ്ട്. സോ ഓക്സിലറി ക്യാൻ ആണ്, മോഡൽ ആണ് ഇവിടെ ക്യാൻ ആയിട്ട് വന്നിരിക്കുന്നത്. ദെൻ അതിനുശേഷം വെർബ് ഫ്രൈസിനകത്ത് വെർബ് ഫ്രൈസ് മെയിൻ വെർബ് വരുന്നുണ്ട്. മെയിൻ വെർബ് C ആണ്. ദെൻ അതുപോലെ നൗൺ ഫ്രേസിൽ ഡോഗ്, ദ ഡോഗ് എന്നുള്ളത് നൗൺ ഫ്രേസ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു നോർമൽ സെന്റൻസ് ആണ്. ഇതിന്റെ തന്നെ പാസീവ് വോയിസിൽ പാസീവ് സെന്റൻസ് എന്ന് പറയുന്നതാണ് ദ ഡോഗ് വാസ് സീൻ ബൈ ജാക്ക് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ദാറ്റ് ഈസ് നൗൺ ഫ്രേസ് ആണ്, ദ ഡോഗ് നൗൺ ഫ്രേസ് മാറി. ദെൻ അതുപോലെ വെർബ് ഫ്രേസിനകത്ത് ഓക്സിലറി ബി ആണ്, നമുക്ക് ബിയുടെ ഓക്സിലറി ഫോം എന്ന് പറയുന്നത് വാസ് എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. ദെൻ വെർബ് ഫ്രേസില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് പാസ് ഗ്യാപ്പ് ആണ് വരേണ്ടത്. സോ അവിടെ വീണ്ടും വെർബ് മെയിൻ വെർബ് എന്ന് പറയുന്നത് സീൻ എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മുടെ സെന്റൻസിന്റെ പാസീവ് ഫോമും ഇൻക്ലൂഡിങ് പാസീവ് ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു CFG ആണ് ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓക്സിലറി വെർബ് ബി വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഫോളോ ചെയ്ത് വെർബ് ഫ്രേസ് വരണം. ആ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് ING ഫോമിലായിരിക്കാം, അതല്ലെങ്കിൽ പ്ലസ് മെയിൻ ഫോമിലായിരിക്കാം. അതുപോലെ ഓക്സിലറി വെർബ് ബി വന്നു കഴിഞ്ഞാൽ VP വെർബൽ ഫ്രേസ് ING ഫോം പ്ലസ് പാസ് ആയിരിക്കാം വരുന്നത്. സോ പ്ലസ് പാസ് ആണ് വരുന്നതെങ്കിൽ ഓക്സിലറി വെർബ്, അതായത് പാസീവ് വോയിസ് ആണ് വരുന്നതെങ്കിൽ ഓക്സിലറി വെർബ് ബി വന്നതിന് ശേഷം വെർബ് ഫ്രേസിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും പിന്നെ മെയിൻ ഫ്രേസ് വരണം. ദെൻ പാസ് ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ്, ആ ഒരു എലമെന്റ്സ് വരുന്ന പോർഷനെയാണ് നമ്മൾ പാസ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊക്കെ ഇനി നമ്മൾ പോകെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള റൂൾസ്, ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻസ് നമ്മൾ നമ്മുടെ CFGയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഗ്രാമർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു സെന്റൻസിനെയും അതിന്റെ പാസീവ് സെന്റൻസിനെയും ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, സോ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു അസർട്ടീവ് സെന്റൻസ് ഉണ്ടെന്ന്, ജാക്ക് ഈസ് ഗിവിംഗ്സ് യു എ ബാക്ക് റബ്. ഇതൊരു സെന്റൻസ് ആണ്. ഈ സെന്റൻസിനകത്തുനിന്ന് വി ക്യാൻ ജനറേറ്റ് ആൻ yes or no question ലൈക്ക് ദിസ്: ഈസ് ജാക്ക് ഗിവിംഗ്സ് യു എ ബാക്ക് റബ്? ഓക്കെ, അതുപോലെ തന്നെ ഹി വിൽ റൺ ഇൻ ദ മാരത്തോൺ നെക്സ്റ്റ് ഇയർ. സോ വി ക്യാൻ മേക്ക് എൻ yes or no question ലൈക്ക് ദിസ്: വിൽ ഹി റൺ ഇൻ ദ മാരത്തോൺ നെക്സ്റ്റ് ഇയർ? ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഏതൊരു സെന്റൻസ് കിട്ടിയാലും അതിനകത്തുനിന്ന് ഒരു yes or no ക്വസ്റ്റ്യൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ yes or no ക്വസ്റ്റ്യന് നമ്മുടെ ഈ സെന്റൻസും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും തമ്മിൽ കുറച്ച് ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത്, അല്ലെ? സോ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് NPs ആൻഡ് ഫസ്റ്റ് ഓക്സിലറീസ് ഹാവ് സ്വാപ്ഡ് ഇറ്റ്സ് പൊസിഷൻസ്. ഓക്കെ, സോ അപ്പം നമുക്ക് ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെന്റൻസിനെ yes or no ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്ജക്ട് നൗൺ ഫ്രേസസിനെയും ഫസ്റ്റ് ഓക്സിലറീസിനെയും തമ്മിൽ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നോർമലി തന്നിരിക്കുന്ന ഒരു അസേർഷണൽ സെന്റൻസിനകത്ത് ഓക്സിലറി വേർബ്സ് ഒന്നും ഇല്ല എങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു ആഡ് ആൻ ആക്സിലറി റൂട്ട് ഡു. ഓക്കെ, ഇൻ ദി അപ്രോപ്രിയേറ്റ് ടെൻസ്. ആ ഡു എന്ന് പറയുന്ന ഓക്സിലറി റൂട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ടെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫോം yes or no question without any auxiliary in the assertional sentence. Okay, അപ്പൊ അങ്ങനെയാണ് നമ്മൾ yes or no questions ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ജോൺ വെന്റ് ടു ദ സ്റ്റോർ. It's an assertional sentence. From this sentence we can create an yes or no question like, did John go to the store?
സോ ഈ ഒരു അസേർഷൻ സെന്റൻസിനകത്ത് നമുക്ക് ഓക്സിലറി വെർബ്സ് ഒന്നും തന്നെ അവൈലബിൾ അല്ലായിരുന്നത്. സോ വി ഹാവ് ആഡഡ് ഡു. ഓക്കെ, ഡു ഇൻ പാസ്റ്റ് ടെൻസ്. സോ ഡിഡ് ജോൺ ഗോ ടു ദ സ്റ്റോർ? ഓക്കെ, another sentence, Henry goes to school every day. So this sentence is present tense, so we can add do in present tense form. Does Henry go to school every day? Okay, so appo ingane we can arrange auxiliary verbs and subject NPs to make yes or no questions. Okay, so appo ee oru adjustmentനെയാണ് നമ്മൾ സബ്ജക്ട് ഓക്സ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. സോ ദിസ് റീഅറേഞ്ചിങ് ഓഫ് ദി subject and auxiliary is called the subject ox inversion. So this rearrangement is precisely within the scope of the limited number of rules. Okay, അതായത് നമ്മുടെ ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അസേർട്ടീവ് സെന്റൻസിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ചെയ്യുന്ന ആ ഒരു പൊസിഷണൽ ചേഞ്ചസ് ആണ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിലറി വേർബ്സും നൗൺ ഫ്രേസസും തമ്മിൽ, സബ്ജക്ട് നൗണും തമ്മിൽ സ്വാപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആക്സിലറി റൂട്ട് ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് റൂൾസിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു റീഅറേഞ്ച്മെന്റ് നടത്തുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഈസ് കോൾഡ് ലോക്കൽ ഓർ ബൗണ്ടഡ് മൂവ്മെന്റ്. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. ലോക്കൽ ഓർ ബൗണ്ടഡ് മൂവ്മെന്റും അൺബൗണ്ടഡ് മൂവ്മെന്റും എന്തൊക്കെയാണെന്നുള്ളത്. സോ whenever we are considering the question generation from an assertion sentence, while considering this yes or no question generation, we can just rearrange some auxiliary verbs, and that means first auxiliary verb and the subject noun phrase. Okay, so that rearrangement is actually precisely within the scope of the limited number of rules, and that type of rearrangement is called, or movement is called, local or bounded movement. Okay, but in the case of WH questions, okay, WH questions means what, which, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണേലും വരാം, അല്ലെ? ഒരു ക്വസ്റ്റ്യൻ ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്, ദ ഫാറ്റ് മാൻ വിൽ ആംഗ്രിലി പുട്ട് ദ ബുക്ക് ഇൻ ദ കോർണർ. ഇതൊരു സെന്റൻസ് ആണ്. ഈ സെന്റൻസിനെ ബേസ് ചെയ്ത് നമുക്ക് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പല കാറ്റഗറിയിൽ പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. സോ ദിസ് ഇസ് ആൻ അൺബൗണ്ടഡ് ക്വസ്റ്റ്യൻ മേക്കിംഗ്. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് റൂൾസ് അല്ല, ദർ ആർ സെവറൽ റൂൾസ് ടു ഫോളോ. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് പറയുന്നത്. വിച്ച് മാൻ വിൽ ആംഗ്രിലി പുട്ട് ദ ബുക്ക് ഇൻ ദ കോർണർ, അത് ഒരു ക്വസ്റ്റ്യൻ. ദെൻ ഹൂ വിൽ ആംഗ്രിലി പുട്ട് ദ ബുക്ക് ഇൻ ദ കോർണർ, ഇത് അനദർ ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ പല ആസ്പെക്ട്സിൽ നമുക്ക് പല രീതിയിൽ ആ ഒരു സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കി WH ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വി മൈറ്റ് ഹാവ് ആസ്ക്ഡ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഹൗ വിൽ ദ ഫാറ്റ് മാൻ പുട്ട് ദ ബുക്ക് ഇൻ ദ corner? In what way will the fat man put the book in the corner? ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു ആക്ഷൻ എങ്ങനെ നടന്നു എന്നുള്ള പെർസ്പെക്റ്റീവില് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി വേറെ ഉള്ള ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആവുന്നതെങ്കിൽ then questions may be like this: what will the fat man angrily put in the corner? Where will the fat man angrily put the book? In what corner will the fat man angrily put the book? What will the fat man angrily put the book in? ഇങ്ങനെ പല രീതിയിൽ we can create WH questions. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്ജക്ട് ഓക്സ് ഇൻവേർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ ആ ഒരു പ്രോസസ്സാണ് പറയുന്നത്, അതിനുശേഷമായിരിക്കും നമ്മൾ WH ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. ഓക്കെ, സോ അതിനു മുമ്പ് ഈ സെന്റൻസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരു പ്രശ്നമുണ്ട്. വാട്ട് വിൽ ദ ഫാറ്റ് മാൻ ആംഗ്രിലി പുട്ട് ഇൻ ദ കോർണർ? ഓക്കെ, അത് അക്സെപ്റ്റബിൾ ആണ്, ബിക്കോസ് യു കനോട്ട് അലോ does not appear to be an acceptable verb phrase. ഇതൊരു വെർബ്, ഈ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത് ആംഗ്രിലി പുട്ട് ഇൻ ദ കോർണർ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി does not appear to be an acceptable verb phrase. Acceptable verb phrase അല്ല, കാരണം you cannot allow sentences such as I angrily put in the corner. ഇങ്ങനെയൊന്നും നമുക്ക് അത്
ആ ഒരു സെന്റൻസ് ശരിക്കും പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലി നമുക്ക് അലവബിൾ അല്ല. സോ പക്ഷേ ചില കേസസിൽ WH ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ വെർബ് ഫ്രേസ് അലൗഡ് ആണ് താനും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ഇഫ് യു കൺസ്ട്രക്റ്റഡ് എ സ്പെഷ്യൽ ഗ്രാമർ ഫോർ VPs in WH ക്വസ്റ്റ്യൻസ്, you would need a separate grammar for each form of verb phrase and each form of missing constituent. ഓക്കെ, സോ അപ്പൊ നമ്മൾ WH ക്വസ്റ്റ്യൻസിന് വേണ്ടി ഗ്രാമർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരാൻ പറ്റുന്ന പോർഷൻസ്, വെർബ് ഫ്രേസിന്റെ തന്നെ ഓരോ ഫോംസ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോംസും യൂസ് ചെയ്യാൻ പറ്റാത്ത ഫോംസും എല്ലാം തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കുള്ളൂ എന്നുള്ളതാണ്. സോ ഇതിനകത്ത് നമ്മൾ 2 ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്യാപ്പ് ആൻഡ് ഫില്ലർ. സോ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് വെയർ സബ് കോൺസ്റ്റിറ്റ്യുവന്റ് ഈസ് മിസ്സിങ്. അപ്പം നമ്മുടെ ഈ ഒരു WH ക്വസ്റ്റ്യൻ ഫോർമേഷനിൽ നമുക്ക് ഈ പറഞ്ഞു ചില വെർബ് ഫേസ് ഫോംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് മിസ്സിങ് ആയിട്ട് വരുന്ന ആ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക, വി ആർ സീയിങ് ദാറ്റ് ഇറ്റ്സ് എ ഗ്യാപ്പ്. ഓക്കെ, ഇനി ഒരു കോൺസ്റ്റന്റിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ ആണ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ ഫില്ലർ. ഓക്കെ, അപ്പൊ ഗ്യാപ്പും ഫില്ലറും. സോ നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ അതുപോലെ നമുക്ക് എന്താണ് ഒരു സെന്റൻസ് ഉണ്ട്, ദ ക്യാറ്റ് വിൽ സ്ക്രാച്ച് ജോൺ. ഇറ്റ്സ് ആൻ അസേർഷൻ സെന്റൻസ് അല്ലെ. അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ജനറേഷനിലേക്കാണ് പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ജനറേഷൻ, ഈ ഒരു അസേർഷൻ സെന്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സർഫസ് സ്ട്രക്ചർ. ഓക്കെ, സോ ഇതിന്റെ ഒരു സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സർഫസ് സ്ട്രക്ചർ ആണ്. ദെൻ ഈ മൂവ്മെന്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഗ്രാമറിന് ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ എന്നാണ് പറയുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ ഗ്രാമറിൽ തന്നെ 2 സ്ട്രക്ചേഴ്സ് ഉണ്ട്, സർഫസ് സ്ട്രക്ചറും ഉണ്ട്, ഡീപ്പ് സ്ട്രക്ചറും ഉണ്ട്. സോ ആക്ച്വൽ സെന്റൻസ് സ്ട്രക്ചറിനെയാണ് നമ്മൾ സർഫസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ അനദർ സ്ട്രക്ചർ ഈസ് ഡീപ്പ് സ്ട്രക്ചർ. CFG generates a deep structure and a set of transformations map the deep structure to the surface structure. Okay, so അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സർഫസ് സ്ട്രക്ചർ ഉണ്ട്. ആ സർഫസ് സ്ട്രക്ചറിനകത്ത് നിന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനെ നമ്മൾ അതിന്റെ ഡീപ്പ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വിൽ ദ ക്യാറ്റ് സ്ക്രാച്ച് ജോൺ. സോ ദിസ് വൺ ഈസ് ആൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. സോ ഈ ലിംഗ്വിസ്റ്റിക് മൂവ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ആദ്യം സർഫസ് സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. ദ ക്യാറ്റ് വിൽ സ്ക്രാച്ച് ജോൺ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ ബോട്ടം അപ്പ് പാഴ്സിങ് യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് സെന്റൻസിനെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ദെൻ നൗൺ ഫ്രേസിനകത്ത് ആർട്ടിക്കിളും നൗണും വന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ ദ, നൗണ് ക്യാറ്റ്. ദെൻ വെർബ് ഫ്രേസ് ഓക്സിലറി വെർബ് നൗൺ ഫ്രേസ്. ദെൻ അതിനകത്ത് ഓക്സിലറിയിൽ വെർബ് വിൽ വന്നു, വെർബിനകത്ത് സ്ക്രാച്ച്, ദെൻ നൗൺ ഫ്രേസിൽ ജോൺ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് പാഴ്സ് ട്രീ വരയ്ക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കിമാറ്റിക്കലി നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനെയാണ് നമ്മൾ സബ്ജക്ട് ഓക്സിലറി ഇൻവേർഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ സബ്ജക്റ്റിനെ ഡിറൈവ് ചെയ്തത് നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, ദെൻ വെർബ് ഫ്രേസിനുള്ളിലാണ് ഓക്സിലറി ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി അടുത്ത സബ്ജക്ട് ഓക്സിലറി ഇൻവേർഷൻ നടത്തുന്ന സമയത്ത് വാട്ട് വി വിൽ ഗെറ്റ് ഈസ് സബ്ജക്ട്, അതിനെ നമ്മൾ ഓക്സിലറി വെർബ് ഫസ്റ്റിൽ പ്ലേസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഒരു നൗൺ ഫ്രേസ്, അതിനുശേഷം ആണ് വെർബ് ഫ്രേസ്. സോ അപ്പോൾ ഓക്സിലറി വെർബിനെ നമ്മൾ ഈ വെർബ് ഫ്രേസിനുള്ളിൽ ഉണ്ടായിരുന്നതിനെ നേരെ കൊണ്ടുപോയി ആ ഫസ്റ്റ് നൗൺ ഫ്രേസിന് മുന്നിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ബാക്കിയെല്ലാം അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. സോ ദ ട്രാൻസ്ഫോർമേഷൻ വിൽ ബിക്കം ആസ് വാട്ട്, സബ്ജക്റ്റിനെ ഓക്സിലറി, ദെൻ നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്. അപ്പോൾ ഇവിടെ ഓക്സിലറി നമുക്ക് ഓൾറെഡി നമ്മുടെ സെന്റൻസിൽ ഉണ്ടായിരുന്ന ഓക്സിലറി എന്ന് പറയുന്നത് വിൽ എന്നുള്ള ഓക്സിലറിയാണ്. സോ വില്ല് നമ്മുടെ സെന്റൻസിന്റെ ഫസ്റ്റിലേക്ക് വന്നു. ദെൻ അതിനുശേഷം നൗൺ ഫ്രേസ്, അത് ആർട്ടിക്കിൾ ആൻഡ് നൗൺ ആയിട്ട് മാറി. ആർട്ടിക്കിൾ ദ,
then cat, noun cat, വെർബ് ഫ്രേസിനെ വീണ്ടും വെർബ് ആൻഡ് നൗൺ ഫ്രേസ് ആക്കി മാറ്റി. വെർബ് എന്ന് പറയുന്നത് സ്ക്രാച്ച്, നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ജോൺ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡീപ്പ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഈ എസ് ഓർ നോ ക്വസ്റ്റ്യനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ജനറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സബ്ജക്ട് ഓക്സ് ഇൻവേർഷൻ എന്ന് പറയുന്ന ആ ഒരു റീഅറേഞ്ച്മെന്റ് പ്രോസസ്സാണ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് വി ആർ ഡൂയിങ് ഹിയർ ഈസ് വി ആർ സ്വാപ്പിംഗ് ദ പൊസിഷൻ ഓഫ് ഓക്സിലറി ആൻഡ് ദ ഫസ്റ്റ് നൗൺ ഫ്രേസ്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് അലവബിൾ ആണ്. അതനുസരിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ WH മൂവ്മെന്റ് ഉണ്ട്. ദാറ്റ് മീൻസ് മൂവ് എ WH ടേം ടു ദ ഫ്രണ്ട് ഓഫ് ദ സെന്റൻസ് ടു ഫോം എ WH ക്വസ്റ്റ്യൻ. നമ്മുടെ തന്നിരിക്കുന്ന അസേർഷൻ സെന്റൻസിൽ ഏതെങ്കിലും WH ടേംസ് അവൈലബിൾ ആണ് എങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഈസ് വി ക്യാൻ മൂവ് ദാറ്റ് WH ടേം ടു ദ ഫ്രണ്ട് ഓഫ് ദ സെന്റൻസ് ടു ഫോം എ WH question. That type of movement is called WH movement. Okay, and then second type of movement is topicalization. Topicalization means we are moving a constituent to the beginning of the sentence for emphasis. Okay, അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. I never liked this picture. ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് this picture എന്നുള്ളതാണ്. So we are moving this picture into the beginning of the sentence. So this picture I never liked എന്നായി മാറുകയാണ്. ഓക്കെ, സോ ദെൻ അതുപോലെ തന്നെ അനദർ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഈസ് കോൾഡ് ആഡ്വർബ് പ്രീപോസിങ്. ആഡ്വർബ് പ്രീപോസിംഗിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ബി മൂവിങ് ദ ആഡ്വർബ് ടു ദി ബിഗിനിങ് ഓഫ് ദ സെന്റൻസ്. സോ ദാറ്റ് ഐ വിൽ സീ യു ടുമോറോ എന്നുള്ള ഒരു സെന്റൻസ്, അതിനകത്ത് ടുമോറോ എന്നുള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു. സോ ടുമോറോ ഐ വിൽ സീ യു എന്നായി മാറുന്നു. ദെൻ എക്സ്ട്രാ പൊസിഷൻ. എക്സ്ട്രാ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേനും ചില NP കോംപ്ലിമെന്റ്സിനെ നമ്മൾ സെന്റൻസിന്റെ ഫൈനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നതാണ് എക്സ്ട്രാ പൊസിഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ എ ബുക്ക് ഡിസ്കസിങ് എവല്യൂഷൻ വാസ് റിട്ടൺ. ദാറ്റ് വിൽ ബി റീഅറേഞ്ച്ഡ് ആസ് എ ബുക്ക് വാസ് റിട്ടൺ ഡിസ്കസിങ് എവല്യൂഷൻ എന്നാക്കി മാറ്റുന്നു. ഇങ്ങനെ ഡിഫറെന്റ് ഈ 4 ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ആണ് നമുക്ക് നോർമലി ഉള്ളത്. ഓക്കെ, ടു റീഅറേഞ്ച് ദ വെർബ്സ് ആൻഡ് ഓൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു എന്താണ് നമ്മുടെ സർഫസ് സ്ട്രക്ചറിൽ നിന്ന് ഡീപ്പ് സ്ട്രക്ചറിലേക്കുള്ള ഫോർമേഷൻ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ് ഇതുപോലെ 4 ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ CFG യൂസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് അടുത്ത് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തേൽ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ അറിയേണ്ടത് സബ്ജക്ട് ഓക്സ് ഇൻവേർഷൻ എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, സ്കിമാറ്റിക്കലി ഈ കാണിച്ചിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നമുക്ക് വരുത്തണമെങ്കിൽ അത് എങ്ങനെ നമ്മുടെ ഗ്രാമറിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷനിൽ വരുന്നത്.